ഈസി ടേസ്റ്റി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊരു മിക്സി ജാറിലേക്ക് 10-12ഓളം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇത് തൊലി കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്യുക. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് മല്ലി, കുരുമുളക്, കുറച്ച് സാജീരകം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് അളവ് എടുത്തിട്ടുണ്ട്. കുറച്ചൊരു മസാല ഒന്ന് കൂടുതലും തയ്യാറാക്കി വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു കൂട്ട് നമ്മൾ എല്ലാ ഫ്രൈ ഐറ്റംസ്, അതായത് നമ്മൾ ചിക്കനും മട്ടൻ ബീഫ് ഇങ്ങനെയൊക്കെ ഫ്രൈ ചെയ്യില്ലേ, അപ്പോൾ അതിനൊക്കെ മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മസാല എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ഒരു വലിയ സ്പൂൺ നിറച്ച് 2 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മസാല. പിന്നെ നമുക്ക് എടുത്തിട്ടുള്ള ചിക്കനിൽ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ വലിയ സ്പൂണാണ് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു മാരിനേഷൻ നന്നായിട്ട് ചെയ്തെടുക്കാം. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 2-3 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ നന്നായിട്ടൊന്ന് മസാല ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് എടുക്കാം. മസാല ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള 2-2.5 കിലോളം ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് വലിയ പീസൊക്കെയാണെങ്കിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണേ. എന്നിട്ട് നമുക്ക് ആ ഒരു മസാലയിലോട്ട് ഈ ഒരു ചിക്കനെ ഇട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് എന്നിട്ട് ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ മസാല നന്നായിട്ടൊന്ന് പിടിച്ച് ഞാൻ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അതൊന്ന് ഫ്രിഡ്ജിലോ ഒന്ന് വെക്കാറുണ്ട്. ഫ്രീസറിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തൊന്നും ഓർത്ത് പുറത്ത് വെച്ച് തണുപ്പൊക്കെ മാറിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ അതൊരു കടായിലോട്ട് ആവശ്യം പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് മുങ്ങി പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ചിക്കൻ പീസസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചു വെച്ചെടുക്കാം. 2 സൈഡ് നമുക്ക് ഒരുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്കൊന്ന് റെഡിയായി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും രമ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല മണമായിരിക്കും കേട്ടോ ഒരു ചിക്കൻ ഫ്രൈക്ക് നമ്മളിങ്ങനെ രമ്പയിലയും കറിവേപ്പിലയൊക്കെ ചേർക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളല്ലേ ഈ ഒരു മസാലയൊക്കെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് നല്ല മണമാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി 2 ഫീഡ്ബാക്ക് താഴെ കമൻസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.